ഓക്കെ, നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. യെസ്, ഓഡിബിൾ ആണ്. റൈറ്റ്. സോ നമ്മുടെ വളരെ സഡൻ ആയിട്ടായിരുന്നു അല്ലെ നമ്മുടെ കെ എസിന്റെ നോട്ടിഫിക്കേഷനും കെ എസിന്റെ സിലബസും കെ എസിന്റെ എക്സാം എപ്പം കണ്ടക്ട് ചെയ്യും, എപ്പോഴാണ് റാങ്ക് ലിസ്റ്റ് വരിക, അങ്ങനെയുള്ള മുഴുവൻ ഡീറ്റെയിൽസും അല്ലെ, എപ്പോഴായിരിക്കും പ്രിലിംസ്, എപ്പോഴായിരിക്കും മെയിൻസ്, എപ്പോഴായിരിക്കും ഇന്റർവ്യൂ, എപ്പോഴായിരിക്കും ഫൈനൽ റാങ്ക് ലിസ്റ്റ്, എല്ലാം PSC ഇന്ന് നമുക്ക് ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട് അല്ലെ. നിങ്ങൾക്കറിയാം, നിങ്ങൾ ഡേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ ഇപ്പം ഒന്ന് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഫെബ്രുവരി 16 അല്ലെ, ഫെബ്രുവരി 16 2026 ആവുമ്പോഴേക്ക് നിങ്ങൾക്കൊരു KS ഉദ്യോഗസ്ഥനാവാൻ പറ്റും. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് ഈസി. ഓക്കെ, നിങ്ങൾ ഇന്ന് ഭയങ്കരമായിട്ട് എനിക്കൊക്കെ ഒരുപാട് മെസ്സേജസ് വന്നു. NCERT പഠിക്കണോ, കറണ്ട് അഫയേഴ്സ് എങ്ങനെ പഠിക്കണം, ഹിന്ദു ന്യൂസ് പേപ്പർ റീഡ് ചെയ്യണോ, ഇന്ത്യൻ എക്സ്പ്രസ് റീഡ് ചെയ്യണോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നു. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് നോക്കണോ, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റും KSും എങ്ങനെ ഒരുമിച്ച് കമ്പൈൻ ചെയ്ത് പഠിക്കാം, അങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് എനിക്ക് ഇന്ന് പേഴ്സണൽ മെസ്സേജസ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. സോ അതിന്റെ ഒക്കെ ഒരു ഉത്തരവാണ് ഈ ഒരു സെക്ഷൻ, ഈ ഒരു ഓറിയന്റേഷൻ സെക്ഷൻ അല്ലെ. PSC വളരെ അപൂർവമായിട്ട് മാത്രമാണ് അല്ലെ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് തന്നെ ഒരു എക്സാം എപ്പോൾ കണ്ടക്ട് ചെയ്യും, എക്സാമിന്റെ ഡേറ്റ് എപ്പോഴാണ് അല്ലെ. നമുക്കിപ്പോ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എടുത്തു കഴിഞ്ഞാലും അല്ലെങ്കിൽ സബ് ഇൻസ്പെക്ടർ എടുത്തു കഴിഞ്ഞാൽ എപ്പോഴാണ് യഥാർത്ഥത്തിൽ റാങ്ക് ലിസ്റ്റ് വരുന്ന എക്സാക്ട് ഡേറ്റ് ഒന്നും നമുക്കറിയില്ല. പക്ഷേ KSന്റെ കേസിൽ നമുക്കറിയാം അല്ലെ. അതിന്റെ റീസണും കാര്യങ്ങളൊക്കെ വേറെ കാര്യമാണ്. ലെറ്റ് ഇറ്റ് ബി. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, KSന് പ്രിപ്പയർ ചെയ്യണോ, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് പ്രിപ്പയർ ചെയ്യണോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. സാർ, എങ്ങനെയാണ് കമ്പൈൻ ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കുക? പല കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടും നിങ്ങളടുത്ത് KS എന്നുള്ള തസ്തികയുടെ ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. കുറച്ച് നെഗറ്റീവ്സ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ദിസ് ഈസ് ദ ബിറ്റർ ട്രൂത്ത്. ഓക്കെ, ഇത് നിങ്ങൾക്ക് കേൾക്കുന്ന സമയത്ത് കുറച്ച് ഒരു നെഗറ്റീവായിട്ട് തോന്നാം. പക്ഷെ എന്നിരുന്നാലും നിങ്ങൾ നെഗറ്റീവ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്താണ് റിയാലിറ്റി ഓഫ് ദ സിറ്റുവേഷൻ നിങ്ങൾ മനസ്സിലാക്കണം. നിലവിൽ KSന് 30 വേക്കൻസീസ് ആണ് ഉള്ളത്. 31 വേക്കൻസീസ്. ഇതിൽ സ്ട്രീം 1 നമ്മൾ സ്ട്രീം 1നായിരിക്കും നമ്മൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നമുക്ക് എക്സാക്ട്ലി 9 to 10 അല്ല, ഒരു 10 വേക്കൻസി നമുക്ക് പ്രതീക്ഷിക്കാം. വേക്കൻസി ഈസ് വെരി ലെസ്. അടുത്ത വർഷം തന്നെ ഈ പറഞ്ഞ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുന്നതുകൊണ്ട് തന്നെ ഒരുപാട് വേക്കൻസി ഒന്നും നമ്മൾ പ്രതീക്ഷിക്കണ്ട. ഓക്കെ, ഒരു 10ഉം 20നും ഇടയിൽ വേക്കൻസീസ് മാത്രം നിങ്ങൾ KSന് പ്രതീക്ഷിച്ചാൽ മതി. ആൻഡ് ദിസ് ഈസ് ദി ട്രൂത്ത്, ദിസ് ഈസ് ദി റിയാലിറ്റി ഓഫ് ദ സിറ്റുവേഷൻ. ഇത് നിങ്ങൾ മനസ്സിലാക്കണം അല്ലെ. ഈ പറഞ്ഞ പോലെ ഒരു 10 വേക്കൻസി റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ ഇതിൽ സ്ട്രീം 1ന് 3 വേക്കൻസി മാത്രമേ കിട്ടൂ അല്ലെ. ഇത് 3ആയിട്ട് വീതിക്കും, സ്ട്രീം 1, സ്ട്രീം 2, സ്ട്രീം 3. അപ്പോ നമുക്ക് നമ്മുടെ കൺമുമ്പിലുള്ളത് 9 അല്ലെങ്കിൽ 10 വേക്കൻസിയാണ് റൈറ്റ് നൗ. ഫ്യൂച്ചറിൽ മേ ബി ഒരു 5 or 6 കൂടാം, അത്രേ കൂടാൻ സാധ്യതയുള്ളൂ. ഭയങ്കരമായിട്ട് ബൾക്കായിട്ടൊന്നും കൂടാനുള്ള സാധ്യതയില്ല അല്ലെ. 10 to 20 ഇതിന്റെ ഉള്ളിലായിരിക്കും സ്ട്രീം 1ന്റെ വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്യുക. സോ വൺ തിങ് ഇസ് ദാറ്റ് ഷുവർ, ലിസ്റ്റ് ചെറുതായിരിക്കും. ആൻഡ് ഈ 10 ഉൾപ്പെടാൻ നിങ്ങൾ ഇപ്പൊ ചെയ്യുന്നതിനേക്കാൾ ഒരുപാട് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ദി ഹാർഡ് വർക്ക് ഇടേണ്ടി വരും. ഓക്കെ, ദിസ് ഈസ് ദി റിയാലിറ്റി. ഇനി നിങ്ങൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഒരു 500 വേക്കൻസി ഒക്കെ നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം അല്ലെ. 500 വേക്കൻസി നമുക്ക് ഇവിടെ പ്രതീക്ഷിക്കാം സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ കേസിൽ മിനിമം. അടുത്ത വർഷം ഈ പറഞ്ഞ പോലെ റിട്ടയർമെന്റ്, ഓക്കെ, മാസ് റിട്ടയർമെന്റ്, ഇനി ലീവ് ഇറ്റ് അല്ലെ. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് നമുക്ക് 500 കൂടുതൽ വേക്കൻസീസ് പ്രതീക്ഷിക്കാം. സോ ഇവിടെ നമുക്ക് എന്താണ് സാധ്യത കൂടുതലാണ് അല്ലെ. നമ്മൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ വേക്കൻസി ഫസ്റ്റ് നിങ്ങൾ നോക്കേണ്ട കാര്യം വേക്കൻസി തന്നെയാണ്. യു ഹാവ് ടു നോ അബൌട്ട് ദ ബിറ്റർ ട്രൂത്ത് ഓഫ് KS. ഞാൻ ഓപ്പൺലി പറയാണ് അല്ലെ. എല്ലാ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടും നിങ്ങളടുത്ത് ഇതിന്റെ പോസിറ്റീവും കാര്യങ്ങളും അല്ലെ. ഈ പറഞ്ഞ നിങ്ങൾക്ക് IAS കിട്ടും. 8-10 വർഷത്തിന് ശേഷം നിങ്ങൾ IAS ഓഫീസറായി മാറും
അല്ല കൺഫേർഡ് IAS കിട്ടും. നിങ്ങൾക്ക് അങ്ങനെ അങ്ങനെ ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങളുണ്ട്, ഇല്ല എന്നല്ല. ഞാൻ ഈ പറഞ്ഞു വരുന്നത് നിങ്ങൾ KS പ്രിപ്പയർ ചെയ്യരുത് എന്നല്ല. ചെയ്യുന്നതിന് മുമ്പ് അതിന്റെ ബിറ്റർ ട്രൂത്ത് നിങ്ങൾ മനസ്സിലാക്കി. യു ഹാവ് ടു പുട്ട് മോർ എഫേർട്ട് ടു ക്രാക്ക് ദിസ് എക്സാം. മോർ എഫേർട്ട് ഇസ് നീഡഡ്. ഈ 10 അല്ലെ, ഈ 10 വേക്കൻസീസിൽ ഇവിടെ കോമ്പറ്റീഷൻ നടക്കാൻ പോകുന്നത് കേരള PSC ഉദ്യോഗാർത്ഥികൾ മാത്രമല്ല, ഇവിടെ UPSC ആസ്പിറൻസും വരും അല്ലെ. ഇവർക്ക് എന്താണ് എഡ്ജുള്ളത്? ഇവർക്ക് പ്രത്യേകിച്ച് ഒരു എഡ്ജും ഇല്ല അല്ലെ. UPSC ആസ്പിറൻസിന് ഈ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ടുള്ള എഡ്ജും കാര്യങ്ങളൊന്നും. പക്ഷേ ഹാർഡ് കോർ ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന UPSC ആസ്പിറൻസ് ഉണ്ടെങ്കിൽ അല്ലെ, എല്ലാ UPSC ആസ്പിറൻസും ഹാർഡ് കോർ ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരൊന്നുമല്ല. ഒരു 2-3 വർഷമായിട്ട് ഹാർഡ് കോർ ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർ പ്രിലിംസ് ക്വാളിഫൈ ചെയ്തു അല്ല, പ്രിലിംസ് ക്വാളിഫൈ ചെയ്തു, മെയിൻസ് ക്വാളിഫൈ ചെയ്യാൻ പറ്റാത്തവർ, അങ്ങനെയുള്ളവരുണ്ടാവും. 3 വർഷമൊക്കെ ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർ. ഇവര് കൂടി ഇങ്ങോട്ടേക്ക് വരും ഈ 10 വേക്കൻസീസിന് വേണ്ടിയിട്ട്. അപ്പൊ എന്താ, അവിടെ കോമ്പറ്റീഷൻ വിൽ ഇൻക്രീസ്. ഇവർക്ക് എന്താണ് ഇവിടെയുള്ള ഒരു എഡ്ജ്? ദേ ഓൾറെഡി സ്റ്റാർട്ടഡ് ആൻസർ റേറ്റിംഗ് മെനി മന്ത് ബിഫോർ. ഓൾറെഡി അവരുടെ ആൻസർ റേറ്റിംഗ്സ് അല്ല അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും അല്ലെ. ഒരു ഡിഫറെന്റ് അപ്രോച്ച് ആണെങ്കിലും ഈ UPSC കേസിൽ 10 മാർക്കിനും 15 മാർക്കിനും അല്ല 150 വേർഡ്സും അല്ല 1.5 പേജോ അല്ലെങ്കിൽ ലെറ്റ് ഇറ്റ് ബി എനിത്തിങ്, എന്നിരുന്നാലും അവർ ആൻസർ റേറ്റിംഗ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തവരാണ് അല്ലെ. അപ്പൊ അവരും കൂടി വരുന്ന സമയത്ത് കോമ്പറ്റീഷൻ വിൽ ഇൻക്രീസ് ഈ 10 വേക്കൻസീസിന് വേണ്ടിയിട്ടാണ്. സോ നിങ്ങൾ എന്ത് ചെയ്യണം? യു ഹാവ് ടു പുട്ട് മോർ എഫേർട്ട് അല്ല. ഈ പറഞ്ഞ പോലെ UPSC ആസ്പിറൻസ് വരുമ്പോഴേക്ക് കോമ്പറ്റീഷൻ ഒക്കെ എല്ലാ വേക്കൻസീസ് അവരെടുത്തുകൊണ്ട് പോകും, അങ്ങനെയൊന്നുമല്ല. ഞാൻ പറഞ്ഞു വരുന്നത് യു ഹാവ് ടു പുട്ട് മോർ എഫേർട്ട്. ഓക്കെ, പ്ലാനിങ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾ ചെയ്ത് കാണിക്കണം. അതിനാണ് ഇവിടെ ഇമ്പോർട്ടൻസ്. സോ അത് ക്ലിയർ ആണല്ലോ അല്ലെ? ഐ തിങ്ക് ദാറ്റ്സ് ക്ലിയർ. ഇതിന്റെ ബിറ്റർ ട്രൂത്തും നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ മനസ്സിലാക്കിയേ പറ്റൂ. അല്ലാതെ പല കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഈ വാഗ്ദാനങ്ങളിൽ മാത്രം വീഴാൻ പാടില്ല. ദിസ് ഈസ് ദി ട്രൂത്ത്. ഇനി എങ്ങനെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റും KSഉം ഒരുമിച്ച് പഠിക്കാം അല്ലെ? നമുക്കറിയാം KSന്റെ എക്സാം ജൂൺ അല്ലെ. എക്സാക്ട് ഡേറ്റ് ജൂൺ 14-ാം തീയതിയാണ് അല്ലെ. ജൂൺ 14-നാണ്. ഇതിന്റെ ഇടയിലൊക്കെ ആയിരിക്കും നമുക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ പ്രിലിംസ് നടക്കുക. ഫസ്റ്റ് ഫേസ് 24-ലാണ് അല്ലെ. ഫസ്റ്റ് ഫേസ് 24-ലാണ്, അതും നമുക്കറിയാം. അപ്പോ ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ അല്ലെങ്കിൽ ഡിഗ്രി ലെവലിന്റെ പ്രിലിംസ് ഒക്കെ എടുക്കുന്നതിന് നടുവിലായിരിക്കും ഈ KSന്റെ പ്രിലിംസ് നടക്കുക അല്ലെ. അത് നമുക്കറിയാം. ഇനിയിപ്പോ മെയിൻസിന്റെ കേസ് എടുക്കുകയാണെങ്കിലും ഒക്ടോബറിലാണ്. ഒക്ടോബർ 17-18 അല്ലെ ഡേറ്റ് എക്സാക്ട് 17-ഓ 18-ഓ ആണ്. എനിവേ ഒക്ടോബറിലാണ് എക്സാം. ഇതേ ടൈമിൽ തന്നെ ആയിരിക്കണം സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ അല്ലെ. ദർ ഇസ് എ പോസിബിലിറ്റി. വിച്ച് മീൻസ് ഈ 2 എക്സാമും ഒരുപാട് ഗ്യാപ്പുകൾ ഉണ്ടാവില്ല അല്ലെ. ഇത് 2 എക്സാമും നമുക്ക് എങ്ങനെ കമ്പൈൻ ചെയ്ത് പഠിക്കാം? ഹൗ ടു കമ്പൈൻ? നിങ്ങൾ സിലബസ് എടുക്കും. ഓക്കെ, ഇതാണ് നമ്മുടെ KSന്റെ പ്രിലിമിനറി സിലബസ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരുപാട് പേര് നോക്കിയിട്ടും ഉണ്ടാവും. സോ നമ്മൾ ഇപ്പം പഠിക്കുന്ന സിലബസ് അല്ല, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ സിലബസുമായി ഇതിനെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ സി മെനി തിങ്സ് ഓവർലാപ്പിംഗ്. കാണിച്ചു തരാം നിങ്ങൾക്ക്, ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഫസ്റ്റത്തെ ടോപ്പിക് നോക്കൂ. ഇത് നമുക്ക് പഠിക്കാനില്ല അല്ലെ. ആൻഷ്യന്റ് ആൻഡ് മിഡീവൽ ഇന്ത്യ നമുക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് പഠിക്കാനില്ല. ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ന്യൂ ടോപ്പിക്കാണ് KSന് മാത്രം അല്ലെ. മോഡേൺ പീരീഡ് നമുക്ക് KSന് അല്ലെങ്കിൽ ഈ പറഞ്ഞ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് പഠിക്കാനുണ്ടല്ലോ അല്ലെ. സെയിം കാര്യം തന്നെ, മോഡേൺ ഹിസ്റ്ററി നമുക്ക് പഠിക്കാനുണ്ട്. താഴോട്ടേക്ക് വരൂ, കേരള ഹിസ്റ്ററി, ഇതും നമുക്ക് പഠിക്കാനുണ്ട് ഇല്ലേ. ഡിഗ്രി ലെവലിൽ നല്ല രീതിയിൽ പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾ ഇത് പഠിക്കുന്നുണ്ടാവും. കേരള ഹിസ്റ്ററി നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഹിസ്റ്ററി ഓഫ് ദ വേൾഡ് അതും നിങ്ങൾക്ക് പഠിക്കാനുണ്ട് അല്ലെ. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഇപ്പൊ നിങ്ങൾ പഠിക്കുന്നില്ലേ? അല്ലെങ്കിൽ സബ് ഇൻസ്പെക്ടർ ഓഫ് ദ പോലീസ് നിങ്ങൾ ഇത് പഠിക്കുന്നില്ലേ പ്രിലിംസിന് വേണ്ടിയിട്ട് അല്ലെ. ഇനി ഒരു ഔട്ട്സൈഡ് ഓഫ് ദ ടോപ്പിക്, കൾച്ചറൽ ഹെറിറ്റേജ് ഓഫ് കേരള. ഓക്കെ, ഇത് നമ്മുടെ സ്പെസിഫിക്കലി എടുത്ത് പറയുന്നില്ല ഇതില് ഡിഗ്രി പ്രിലിംസ് അല്ലെ. കൾച്ചർ, ആർട്ട് ആൻഡ് കൾച്ചർ എന്നൊക്കെ പറഞ്ഞാലും ഒരു ന്യൂ ടോപ്പിക് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇനി ഇതിന് താഴെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, വീണ്ടും നമ്മൾ പഠിക്കുന്ന കാര്യം തന്നെയാണ്, നമ്മൾ പഠിച്ച കാര്യം തന്നെയാണ് അല്ലെ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ
പഠിക്കുന്നതാണ് അല്ലെ. പൊളിറ്റിക്കൽ സിസ്റ്റം, ഗവേണൻസ്, സോഷ്യൽ ജസ്റ്റിസ്. യെസ് ശ്രീനാഥ്, പഴയ സിലബസ് തന്നെയാണ്, പുതിയ സിലബസിൽ മാറ്റമില്ല. ഓക്കെ, പുതിയ സിലബസ് തന്നെയാണ്. സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് ഇന്റർനാഷണൽ റിലേഷൻസ് അല്ലെ. ഈ ഇന്റർനാഷണൽ റിലേഷൻസ് ഒക്കെ നമ്മുടെ മന്ത്ലി മാഗസീനിൽ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. നിങ്ങൾ വായിക്കുന്നവരാണെങ്കിൽ ജാനുവരി, ഫെബ്രുവരി, മാർച്ചിന്റെ ഒക്കെ ഇന്റർനാഷണൽ റിലേഷൻസ് കറക്റ്റ് ആയിട്ട് നമ്മൾ ഇട്ടുണ്ടായിരുന്നു കറണ്ട് അഫയേഴ്സിൽ. സോ ഈ ടോപ്പിക്കുകളൊക്കെ നിങ്ങൾ പഠിക്കുന്ന ടോപ്പിക്കുകൾ തന്നെയാണ് അല്ലെ. നോക്കൂ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഇറ്റ്സ് സാലിയൻ ഫീച്ചേഴ്സ്. ഇതേ കാര്യം നിങ്ങൾക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പ്രിലിംസും മെയിൻസും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ അല്ലെ. പാർലമെന്റ്, യൂണിയൻ, പാർലമെന്റ്, സ്റ്റേറ്റ് ലെജിസ്ലേറ്റർ അല്ലെ, കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റീസ്, പഞ്ചായത്തി രാജ്, സ്റ്റാറ്റ്യൂട്ടറി, റെഗുലേറ്ററി, ക്വാസി ജുഡീഷ്യൽ ബോഡി, SC ST റൈറ്റ്, ചിൽഡ്രൻസ് റൈറ്റ്, ഇതൊക്കെ നിങ്ങൾ കണ്ടത് തന്നെയാണ്. നിങ്ങൾ ഒരുപാട് സ്ഥലത്ത് പഠിച്ചിട്ടുണ്ടാവും. ഫണ്ടമെന്റൽ റൈറ്റ്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, DPSP, പ്രിൻസിപ്പിൾ ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് ലോ. ഞാൻ പറഞ്ഞു വരുന്നത് റീസണിങ് ആൻഡ് മെന്റൽ എബിലിറ്റി, മാത്സ്, വിച്ച് ഈസ് എല്ലാ എക്സാമിനും ഉണ്ടാവും അല്ലെ. മാത്സ്, ജോഗ്രഫി നിങ്ങൾ പഠിക്കുന്നുണ്ട് അല്ലെ. നിങ്ങൾ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടില് ഈ പറഞ്ഞ പോലെ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ സ്വയമായിട്ടാണ് നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിലും ജോഗ്രഫി എന്നുള്ള ടോപ്പിക്ക് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. അതേപോലെ തന്നെ പേപ്പർ 2 കൂടി നോക്കൂ, എക്കണോമി ആൻഡ് പ്ലാനിങ് അല്ലെ. നീതി ആയോഗ്, നാഷണൽ ഇൻകം പെർ ക്യാപിറ്റൽ ഇൻകം, ഇതൊക്കെ നമുക്ക് പ്രിലിംസിൽ പഠിക്കാനില്ലേ. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഇല്ലേ. അഗ്രികൾച്ചർ സെക്ടർ, ലാൻഡ് റിഫോംസ്, ഇറിഗേഷൻ, ഗ്രീൻ റെവല്യൂഷൻ അല്ലെ, പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, കേരള മോഡൽ ഡെവലപ്മെന്റ്, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പേപ്പർ 2, എക്കണോമി ഓഫ് കേരള അല്ലെ. ബാലൻസ് ഓഫ് പേയ്മെന്റ് ഒന്നുമില്ല. എനിവേ, ഞാൻ പറഞ്ഞു വരുന്നത് സയൻസ് ആൻഡ് ടെക്നോളജി ഇല്ലേ, നമുക്ക് പഠിക്കാനില്ലേ പ്രിലിംസിനുണ്ട്, മെയിൻസിനുണ്ട് അല്ലെ. മെയിൻസിനില്ല, പ്രിലിംസിനുണ്ട്. എൻവയോൺമെന്റൽ സയൻസ്, ബയോഡൈവേഴ്സിറ്റി, വെസ്റ്റേൺ ഗട്ട്സ്. ഞാൻ പറഞ്ഞു വരുന്നത് പിന്നെ ഇംഗ്ലീഷും മലയാളം. നിങ്ങൾ ഇപ്പം പഠിക്കുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് പഠിക്കുന്ന ടോപ്പിക്കുകൾ ഉണ്ടല്ലോ, ഈ ടോപ്പിക്കുകളിൽ 75% up to 75% to 80% KS സിലബസിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അല്ലെ. ഓൾറെഡി നിങ്ങൾ നല്ല രീതിയിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾ പറഞ്ഞ പോലെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസസിലെ സിലബസ് ഓൾറെഡി കവർ ചെയ്ത് പോകുന്നുണ്ട് അല്ലെ. ജസ്റ്റ് അഡീഷൻ ആയിട്ട് ആഡ് ഓൺ ചെയ്താൽ മാത്രം മതി അല്ലെ. ആഡ് ഓൺ ഹിസ്റ്ററി, ആൻഷ്യന്റ് മീഡിയവൽ ഒക്കെ നിങ്ങളൊന്ന് ആഡ് ഓൺ ചെയ്താൽ മതി. ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങൾ പ്രോപ്പറായി പഠിച്ചു പോകുന്നുണ്ട്. ക്ലിയർ അല്ലേ? സോ നമ്മുടെ ലക്കാണ് ഈ പറഞ്ഞ പോലെ തന്നെ സിലബസിൽ ഭയങ്കരമായിട്ടുള്ള വ്യത്യാസങ്ങളില്ല അല്ലെ. KS 2020 ആദ്യമായി നടന്ന സമയത്ത് നമുക്ക് അത് ടഫ് ആയിട്ടുള്ള ഒരു എക്സാം ആയിരുന്നു അല്ലെ എല്ലാവർക്കും. പക്ഷെ അതിനുശേഷം 21, 22, 23, 24 4 ഡിഗ്രി ലെവൽ പ്രിലിംസും 4 അല്ലെ ഡിഫറെന്റ് ഡിഗ്രി ലെവൽ മെയിൻസ് എക്സാമിനേഷനും കഴിഞ്ഞതോടുകൂടി KSനേക്കാൾ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള എക്സാം നമ്മൾ കണ്ടു കഴിഞ്ഞു. PSCയുടെ ചേഞ്ചിങ് പാറ്റേൺ ഒക്കെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു ഓൾറെഡി അല്ലെ. KS നമുക്ക് ഒരുപക്ഷെ പറയാം KS ആയിരുന്നു ഫസ്റ്റ് ചേഞ്ച് എന്നുള്ളത് അല്ലെ. അതിനുശേഷം ഒരുപാട് മാറ്റങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. സോ ഞാൻ പറഞ്ഞു വരുന്നത്, ഇഫ് യു ആർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ഡെഫിനറ്റ്ലി യു ഹാവ് ടു ഗിവ് KS എക്സാം. ഓക്കെ, ആ ബിറ്റർ ട്രൂത്ത് അവിടെ നിൽക്കട്ടെ. നിങ്ങൾ തീർച്ചയായിട്ടും KS എക്സാം എഴുതണം. ബിക്കോസ് 75% ഓഫ് ദ സിലബസ് നിങ്ങൾ ഓൾറെഡി പഠിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യണം. ഓക്കെ, ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞു ബിറ്റർ ട്രൂത്ത് അല്ലെ. ബിറ്റർ ട്രൂത്ത് ഞാൻ പറഞ്ഞു. പക്ഷേ അതിന്റെ അർത്ഥം നിങ്ങൾ KS എഴുതണ്ട എന്നല്ല. യു ഹാവ് ടു റൈറ്റ് ദിസ് എക്സാം. നിങ്ങൾ ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ എന്നുള്ള രീതിയിൽ നിങ്ങൾ KS എക്സാമിനേഷൻ എഴുതണം. പക്ഷേ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഒരിക്കലും ലീവ് ചെയ്യാൻ പാടില്ല. പലരും എന്ത് ചെയ്യും, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് അവിടെ വെക്കും, KSന്റെ പിറകെ ഓടും. അവസാനം എന്താ, KSഉം ഇല്ല, ഈ പറഞ്ഞ പോലെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റും ഇല്ല. രണ്ടും കിട്ടാത്ത അവസ്ഥ വരാൻ പാടില്ല. യു ഹാവ് ടു കൺസിഡർ ദ റിയാലിറ്റി ഓഫ് ദ സിറ്റുവേഷൻ. മനസ്സിലായോ? ഇത്രയും നിങ്ങൾ 2-3 മാസമായി
സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഒരു ദിവസം നോ KS നോട്ടിഫിക്കേഷൻ മാർച്ച് 7-ാം തീയതി വരികയാണ്, സിലബസും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞു, എല്ലാവരും ഓവർ എക്സൈറ്റഡ് ആണ് അല്ലെ, എല്ലാവരും ഓവർ എക്സൈറ്റഡ് ആണ്, ഈ പറഞ്ഞ ഞാൻ ഉൾപ്പെടെ അല്ലെ, എല്ലാ സ്റ്റുഡൻസും ഓവർ എക്സൈറ്റഡ് ആണ്. എല്ലാവരും എന്ത് ചെയ്യും, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിനെ സൈഡാക്കി വെക്കും, എന്നിട്ട് എന്ത് ചെയ്യും, ഇതിന്റെ പിറകെ പോകും, അവസാനം ഇത് രണ്ടും ഇല്ലാത്ത അവസ്ഥയാവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഷാൽ ബി യുവർ പ്ലാൻ എ. പ്ലാൻ എ. KS നിങ്ങളുടെ പ്ലാൻ ബി ആയിരിക്കണം. ബട്ട് യു ഹാവ് ടു അറ്റൻഡ് ഇറ്റ് അല്ലെ, ഫുൾ ഫ്ലെഡ്ജഡ് ആയിട്ട് പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. ബിക്കോസ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ സിലബസ് കാര്യങ്ങളും അതേപടി തന്നെയാണ്. നിങ്ങളിപ്പോ ചോദിക്കും ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടി ഡെപ്ത് ആയിട്ട് വരും. PSC ഈ കഴിഞ്ഞിട്ടുള്ള ഡിഗ്രി പ്രിലിംസ് ആണെങ്കിലും മെയിൻസ് ആണെങ്കിലും എത്രത്തോളം ഡെപ്തിലേക്ക് പോകാൻ പറ്റുമോ അത്രത്തോളം ഡെപ്തിലേക്ക് പോയി കഴിഞ്ഞു അല്ലെ. PSCയുടെ ഡിഫിക്കൽട്ട് ഫേസ് മുതൽ എല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, എത്രത്തോളം ഡിഫിക്കൽട്ട് ആണ്, ഇതേ രീതിയിൽ തന്നെയായിരിക്കും KSനും ക്വസ്റ്റ്യൻസ് വരിക. ഓക്കെ, അതേപോലെ തന്നെ മെയിൻസ് എടുക്കുക. മെയിൻസ് എപ്പോഴാണ് ആൻസർ റൈറ്റ് ചെയ്യാൻ തുടങ്ങേണ്ടത്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതായിരുന്നു, എപ്പോഴാണ് ആൻസർ റൈറ്റ് ചെയ്യാൻ തുടങ്ങുന്നത്? പല ഇൻസ്റ്റിറ്റ്യൂട്ടും നിങ്ങളോട് പറയുന്നത് Day 1 മുതൽ നിങ്ങൾ ആൻസർ റൈറ്റിംഗ് ചെയ്യണമെന്നാണ്. Day 1 മുതൽ നിങ്ങൾ ആൻസർ റൈറ്റിംഗ് ചെയ്യണമെന്നാണ്. പക്ഷെ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാതെ എങ്ങനെയാണ് നിങ്ങൾക്ക് ആൻസർ റേറ്റ് ചെയ്യാൻ പറ്റുക? എങ്ങനെയാണ് ആൻസർ റേറ്റ് ചെയ്യാൻ പറ്റുക? ഫോർ എക്സാമ്പിൾ, നമുക്ക് പൊളിറ്റിയിലെ ഈ KSന്റെ പൊളിറ്റിയുടെ ക്വസ്റ്റ്യൻസ് നോക്കാം അല്ലേ. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല, എന്നാലും നോക്കുക. What are the grounds? What are the grounds of reasonable restrictions to freedom of speech under Article 19(2) of the Constitution of India? ഇത് പഠിക്കാതെ Day 1 മുതൽ Day 1 നിങ്ങൾക്ക് ഇതിന്റെ ഉത്തരം എങ്ങനെ എഴുതാൻ പറ്റും? What are the characteristics of quasi judicial functions? Day 1 മുതൽ നിങ്ങൾക്ക് എങ്ങനെ ഇതിന്റെ ഉത്തരം എഴുതാൻ പറ്റും? Answer me. Define judicial review and enumerate on which actions judicial review is applied. Day 1 മുതൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിന്റെ ഉത്തരങ്ങൾ എഴുതാൻ പറ്റുക? യു ഹാവ് ടു ഗെറ്റ് എ ബേസിക് നോളജ് അല്ലെ. ഈ പൊളിറ്റി എന്നുള്ള സിലബസിന് ഒരു ബേസിക് നോളജ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം അല്ലെ. അല്ലാതെ പണ്ട് പഠിക്കുന്ന പോലെ ആർട്ടിക്കിൾ 19 എന്താണ്, ഫ്രീഡം ഓഫ് സ്പീച്ച് എക്സ്പ്രഷൻ, അങ്ങനെ മാത്രം പഠിച്ചാൽ പോരാ. യു ഹാവ് ടു നോ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രം ആൻസർ റേറ്റിംഗ് ചെയ്യാൻ തുടങ്ങുക. ഓക്കെ, അല്ലാതെ ഫസ്റ്റ് ദിവസം തന്നെ കുത്തിയിരുന്ന് ആൻസർ റേറ്റിംഗ് ഒന്നും ചെയ്യരുത്. മണ്ടത്തരമാണ്, വേസ്റ്റ് ഓഫ് ടൈം ആണ്. ഒരു കാര്യം അറിയാതെ നിങ്ങൾ എങ്ങനെയാണ് വാട്ട് ആർ ദി എഫക്ട്സ് ഓഫ് പ്രൊക്ലമേഷൻ ഓഫ് എമർജൻസി അല്ലെ, എന്താണ് ഈ പ്രൊക്ലമേഷൻ ഓഫ് എമർജൻസിയുടെ എഫക്റ്റുകൾ, എങ്ങനെ ഉത്തരം എഴുതാം? 3 മാർക്കിന് നിങ്ങൾക്ക് എങ്ങനെ ഉത്തരം എഴുതാം? അതിനെക്കുറിച്ച് ബേസിക് ആയിട്ടുള്ള ഒരു നോളജ് നിങ്ങൾക്ക് ഉണ്ടാവണം. നിങ്ങളിപ്പോ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ യു വിൽ ഹാവ് സം ബേസിക് നോളജ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആൻസർ റേറ്റിംഗ് തുടങ്ങാം. ഇതുവരെ പ്രിപ്പയർ ചെയ്യാത്ത ഒരു ഉദ്യോഗാർത്ഥി ആണെങ്കിൽ അൺലെസ് ആൻഡ് അൺടിൽ ബേസിക് നോളജ് ഇല്ലെങ്കിൽ അല്ലെ, അല്ലാതെ ചുമ്മാ ഇങ്ങനെ കാണാപ്പാടം നോക്കി ഇങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല. ബേസിക് നോളജ് ഇല്ലെങ്കിൽ ആൻസർ റേറ്റ് ചെയ്യാൻ പാടില്ല. ബേസിക് നോളജ് വെച്ചതിന് ശേഷം മാത്രം ആൻസർ റേറ്റിംഗ് ചെയ്യുക. ക്ലിയർ അല്ലേ? അല്ലെ, നിങ്ങളോട് പല ഇൻസ്റ്റിറ്റ്യൂട്ടും പറയുന്നുണ്ടാവും Day 1 മുതൽ തന്നെ ആൻസർ എഴുതി ശീലിക്കണം എന്നൊക്കെ. ചുമ്മാ പറയുന്നതാണ്. നിങ്ങൾക്ക് ഒരു നോളജും അറിയില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്ത് എഴുതാനാണ് അല്ലെ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. യെസ്, ശരിയാണ്, നിങ്ങൾ 2 വർഷമൊക്കെ ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ യു ക്യാൻ റൈറ്റ് അല്ലെ. ഓക്കെ, സോ ഇതിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് കുറച്ച് കാര്യങ്ങൾ കൂടി. സിലബസ് നമ്മൾ കമ്പയർ ചെയ്തു. പിന്നെ മെയിൻസിന്റെ സിലബസ് കൂടി നിങ്ങൾ നോക്കുക. നമ്മുടെ ഈ പറഞ്ഞ പോലെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പേപ്പർ 2 എന്നൊക്കെ പറഞ്ഞ് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സിലബസ് അല്ല ഉള്ളത്. പ്രിലിംസിലുള്ള സിലബസ് തന്നെയാണ് മെയിൻസിലും റെപ്ലിക്കേഷൻ ആയിട്ട് വരുന്നത്. എക്സാക്ട്ലി കോപ്പി ചെയ്ത് വെച്ചെന്ന് പറയാം. സാർ ക്യാൻ വി റൈറ്റ് ആൻസർ റൈറ്റിംഗ് ഇൻ മലയാളം ഓർ ഇംഗ്ലീഷ്? ഇംഗ്ലീഷിലും എഴുതാം, മലയാളത്തിലും എഴുതാം, ഒരു പ്രശ്നവുമില്ല. ഇംഗ്ലീഷിലും എഴുതാം, മലയാളത്തിലും എഴുതാം. ബട്ട് ഐ പ്രിഫർ ഇംഗ്ലീഷിൽ എഴുതാൻ ശ്രമിക്കുക. കഴിഞ്ഞ തവണ മലയാളത്തിൽ എഴുതിയ ഒരുപാട് പേർക്ക് കുറെ പ്രശ്നമായിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് അറിയുമെന്ന് അറിയില്ല, ന്യൂസിലും കാര്യങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, അതുകൊണ്ട് എപ്പോഴും ഇംഗ്ലീഷിൽ ഫസ്റ്റ് പ്രയോറിറ്റി ഇംഗ്ലീഷിൽ എഴുതി ശീലിക്കുക. ഇംഗ്ലീഷിലായിരിക്കണം കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത്.
നമുക്ക് ഒരുപാട് സമയമൊന്നുമില്ല. ഈ ആൻസർ റേറ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്? ലിമിറ്റഡ് ടൈം കൊണ്ട് മാക്സിമം റിസോഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിൻ യൂസ് ചെയ്ത് നമ്മൾ ഉത്തരത്തിലേക്ക് എത്തണം അല്ലെ. ലിമിറ്റഡ് സ്പേസും ആണല്ലോ, ലിമിറ്റഡ് ടൈമും ആണല്ലോ. ഇപ്പൊ മലയാളത്തിൽ എഴുതുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സ്ഥലം വേണ്ടി വരും. ഇങ്ങനെ പ്രൊക്ലമേഷൻ ഓഫ് എമർജൻസി അല്ലെ, അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു എന്നൊക്കെ പറയുമ്പോ അല്ലെ. അപ്പൊ ഇംഗ്ലീഷിലാവുമ്പോൾ എന്താ? യു നീഡ് ലിറ്റിൽ സ്പേസ്, യു നീഡ് ലിറ്റിൽ ടൈം. സോ ഇംഗ്ലീഷിൽ പ്രാക്ടീസ് ചെയ്യുക. ഇംഗ്ലീഷിൽ പ്രാക്ടീസ് ചെയ്യുന്നതാണ് ഐ റെക്കമെൻഡ്. ഓക്കെ, എന്റെ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയാം, ഇംഗ്ലീഷിലായിരിക്കും നല്ലത്. ഓക്കെ, അപ്പൊ നമ്മൾ മെയിൻസിന്റെ സിലബസ് നിങ്ങൾ നോക്കി. എക്സാക്ട്ലി ദിസ് ഈസ് ദി റെപ്ലിക്കേഷൻ ഓഫ് ദി പ്രിലിംസ്. ഹിസ്റ്ററി, ഇന്ത്യ കേരള, ആൻഷ്യന്റ് മിഡീവൽ, മോഡേൺ പീരീഡ് അല്ലെ. നോക്കൂ, കേരള ഹിസ്റ്ററി, ഹിസ്റ്ററി ഓഫ് ദ വേൾഡ്, കൾച്ചറൽ ഹെറിറ്റേജ്. പേപ്പർ 1 100 മാർക്ക് അല്ലെ. 3 പേപ്പറാണുള്ളത്. പേപ്പർ 1, പേപ്പർ 2, പേപ്പർ 3. എല്ലാ പേപ്പറിനും 2 മണിക്കൂറാണ് സമയം അല്ലെ. എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടാവും എന്നൊക്കെ ഉള്ളത് നമുക്കിപ്പോ നോക്കാം അല്ലെ. 2 മണിക്കൂറാണ് സമയം. അതേപോലെ തന്നെ 100 മാർക്കാണ് എക്സാം. പേപ്പർ 1 അല്ലെ. നമ്മളിപ്പോ പ്രിലിംസിന്റെ അതേ കാര്യം തന്നെയാണ് നമ്മളിപ്പോ പറഞ്ഞത്. വിച്ച് മീൻസ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് യു ഹാവ് ടു ആഡ് ഓൺ അല്ലെ. നോട്ട് ആഡും ചെയ്യണം. പഠിക്കുമ്പോ അത് മെയിൻസിന് കൂടി വേണ്ടിയിട്ടാണ്. ഒരു ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ചെയ്യിക്കണം. ബിക്കോസ് ദ സിലബസ് ഈസ് സെയിം അല്ലെ. സിലബസ് സെയിം. സർ NCERT ടെസ്റ്റ് ആണോ ഇതിനെ പറ്റി റെഫറൻസ് കിട്ടുന്നത്? ഇതൊക്കെ NCERT ടെസ്റ്റ്. ഓക്കെ, NCERT ടെസ്റ്റുകൾ വായിക്കണം, വായിക്കണ്ടെന്ന് പറയുന്നില്ല. സെലക്റ്റീവ് ആയിട്ട് മാത്രം വായിക്കുക. എനിക്ക് വീണ്ടും മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. എന്ത് സാർ, NCERT 6ാം ക്ലാസ് മുതൽ നോക്കണം. 6ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ NCERT എത്ര ബുക്ക് ഉണ്ടെന്ന് അറിയാമോ നിങ്ങൾക്ക്? എക്സാക്ട്ലി 45+, 45ൽ കൂടുതൽ ബുക്കുകളുണ്ട്. ഈ 45ൽ കൂടുതൽ ബുക്കുകൾ നിങ്ങൾ പഠിച്ചു വരുമ്പോഴേക്ക് ഒരു 6-7 മാസം കഴിയും അല്ല, ദിവസം ഒരു 6-8 മണിക്കൂർ. സോ എല്ലാ NCERTയും റീഡ് ചെയ്യുന്നത് മണ്ടത്തരമാണ്. അതൊരു ഫെയിലിയർ ആയിട്ടുള്ള പ്രോപ്പറാണ്. സമയം ഉണ്ടെങ്കിൽ റീഡ് ചെയ്യുക, കുഴപ്പമൊന്നുമില്ല. UPSC പ്രിപ്പറേഷൻ ഒക്കെ ആണെങ്കിൽ നമുക്ക് സമയമില്ല. എക്സാക്ട്ലി വി ഹാവ് 108 ഡേയ്സ് അല്ലെ. 108, 106 അപ്രോക്സിമേറ്റ് ഒരു 105 ദിവസമാണ് നമുക്ക് പ്രിലിംസിന് വേണ്ടിയിട്ടുള്ളത്. അപ്പൊ ഈ പറഞ്ഞ പോലെ 6ാം ക്ലാസ് മുതൽ +2 വരെയുള്ള NCERT ഒന്നും റീഡ് ചെയ്യണ്ട. NCERT ഏതൊക്കെ റീഡ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്? സിലബസിലുള്ള ടോപ്പിക് വരുന്ന പോലെ ഉള്ള ചാപ്റ്റേഴ്സ് നോക്കാം എന്നല്ലേ സാർ? യെസ്. സോ പേപ്പർ 1, പേപ്പർ 2ന്റെ സിലബസ് നോക്കുക. വീണ്ടും നമ്മൾ പ്രിലിംസിൽ കണ്ട സെയിം സാധനം തന്നെയാണ്. കണ്ടോ? സയൻസ് ആൻഡ് ടെക്നോളജി. യെസ്, 100 മാർക്ക്. എൻവയോൺമെന്റ്, കറന്റ് ഇഷ്യൂസ്, എൻവയോൺമെന്റ്, ബയോഡൈവേഴ്സിറ്റി അല്ല. ഇതൊക്കെ നമ്മൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് പഠിക്കുന്നതാണ്. പേപ്പർ 2 100 മാർക്ക് അല്ലെ. അതേപോലെ തന്നെ ജനറൽ സ്റ്റഡീസ് പേപ്പർ 3, എക്കണോമി പ്ലാനിങ്, പിന്നെന്താണ് ജോഗ്രഫി അല്ലെ. എക്കണോമിക്സും ജോഗ്രഫിയും, ജോഗ്രഫി പ്ലസ് കറന്റ് അഫയേഴ്സ് ഓഫ് ദ റിലേറ്റഡ് ടോപ്പിക്. ഇതാണ് പേപ്പർ 3 for 100 മാർക്സ്. സോ നിങ്ങൾക്ക് എക്സാക്ട്ലി ഒരു ഐഡിയ ഇപ്പൊ കിട്ടുന്നുണ്ട് അല്ലെ. പ്രിലിംസും മെയിൻസും തമ്മിൽ വലിയ ഡിഫറൻസ് ഇല്ല. വിച്ച് ഇസ് ലൈക്ക് സെക്കൻഡറേറ്റ് അസിസ്റ്റന്റിന്റെ പേപ്പർ 2ഉം പ്രിലിംസും ഒക്കെ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്, വേറെതാണ്. അപ്പൊ ആ ഒരു പ്രശ്നം ഇവിടെ ഇല്ല. അഗെയിൻ നമുക്ക് ഒരു ലക്ക് ഫാക്ടർ അവിടെ ആയി അല്ലെ. PSC സിലബസ് ഒന്നും മാറ്റാൻ നിന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് പോസിറ്റീവായിട്ട് ബാധിക്കും. വേറെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് പഠിക്കുന്നത് പ്രിലിംസിനും മെയിൻസിനും വേണ്ടിയിട്ടാണെന്ന് വിചാരിച്ചിട്ടില്ല. അങ്ങനെ തന്നെ പഠിക്കണം. അത് ക്ലിയർ ആയി അല്ലെ. ഇനി നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കണം എന്നാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കണം. അതേപോലെ തന്നെ എത്ര മാർക്ക് ഓഫ് ദി ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു തരാം. 2019 ഒരു മോഡൽ വെച്ച് ഏകദേശം ഈ ഒരു മോഡൽ തന്നെയായിരിക്കാം. എന്താ പറയാ, ഈ മാർക്ക് ഡിസ്ട്രിബ്യൂഷന്റെ ഒക്കെ കാര്യത്തിൽ വലിയ ചേഞ്ചസ് പ്രതീക്ഷിക്കുന്നില്ല. PSC ഒരു പാറ്റേൺ അല്ലേ. സോ യു സീ ഹിയർ പേപ്പർ 1 പ്രിലിംസിന് എത്ര ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഞാൻ കൗണ്ട് ചെയ്തു. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൗണ്ട് ചെയ്തു. ആൻഷ്യന്റ് ആൻഡ് മിഡീവൽ ഇന്ത്യയിൽ 9 ക്വസ്റ്റ്യൻ PSC ചോദിച്ചു അല്ലെ. സ്ട്രാറ്റജി മനസ്സിലാക്കാൻ നിങ്ങൾ ഏതൊക്കെ എങ്ങനെയൊക്കെ പഠിക്കണം എന്നുള്ളത് വ്യക്തമായിട്ട് ഇവിടെ കാണും. മോഡേൺ ഹിസ്റ്ററിയിൽ ഒരൊറ്റ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത് ഫോർ പ്രിലിംസ്. പേപ്പർ 1 100 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് പേപ്പർ 1. അറിയാലോ, പ്രിലിംസിന് 2 പേപ്പർ ഉണ്ട്, പേപ്പർ 1ഉം പേപ്പർ 2 അല്ലെ.
മെയിൻസിന് 3 പേപ്പർ ഉണ്ട്, പേപ്പർ 1, പേപ്പർ 2, പേപ്പർ 3. പ്രിലിംസിന്റെ കേസാണ് നമ്മളിവിടെ പറയുന്നത്. പുതിയ സിലബസ് വരുമ്പോ, പുതിയ സിലബസ് ഒന്നും വരൂല, അപ്പോ പഴയ സിലബസ് തന്നെയാണ്. ഓൾറെഡി പറഞ്ഞല്ലോ, PSC അത് ക്ലാരിഫൈ ചെയ്തല്ലോ, പഴയ സിലബസ് തന്നെയാണ്, പുതിയ സിലബസ് അല്ല. ഓക്കെ, ഞാനൊരു ഡൗട്ടിന് ഒരു 10 മിനിറ്റ് അവസാനം തരാം. ഓക്കെ, അപ്പൊ എന്റെ അടുത്ത് ഡൗട്ട് ചോദിക്കാം. ബിക്കോസ് ഇപ്പൊ ഞാൻ ഇത് പറയുമ്പോ ഇതിന് എന്താ പറയാ, ഒരു കട്ടായി. അതുകൊണ്ട് ഒരു 10 മിനിറ്റ്സ് അവസാനം നമുക്ക് ഡൗട്ട് സെക്ഷൻ ആയിട്ട് വെക്കാം. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ടുകൾ ചോദിക്കാം. മോഡേൺ ഹിസ്റ്ററിയിൽ കഴിഞ്ഞ തവണ ഒരൊറ്റ ക്വസ്റ്റൻ ചോദിച്ചത് അല്ലെ. സോ ഒരുത്തൻ എന്ത് ചെയ്തു, മോഡേൺ ഹിസ്റ്ററി അല്ലെ, മോഡേൺ ഹിസ്റ്ററിയുടെ സ്പെക്ട്രം എടുത്ത് വെച്ച് കണ്ടമാനം പഠിക്കുകയാണ് അല്ലെ. സ്പെക്ട്രം, വലിയ ബുക്ക് സ്പെക്ട്രം എടുത്ത് വെച്ച് കണ്ടമാനം പഠിക്കുകയാണ്. പക്ഷെ എന്താ, പ്രിലിംസിന് ചോദിച്ചത് ഒറ്റ ചോദ്യമാണ്. ദിസ് ഈസ് ദി പ്രോബ്ലം. എന്ത് ചെയ്യണം, സ്ട്രാറ്റജി മനസ്സിലാക്കി പഠിക്കണം. ഇതുകൊണ്ടാണ് പറയുന്നത് അല്ലെ. കോസ്റ്റ് ബെനിഫിറ്റ് എവിടെ നിന്ന് കിട്ടുമോ, ഏത് സബ്ജക്ട് പഠിച്ചാൽ കൂടുതൽ മാർക്ക് കിട്ടും, അത് പഠിക്കാം. കേരള ഹിസ്റ്ററി 10 ചോദ്യം ചോദിച്ചു. കൾച്ചറൽ ഹെറിറ്റേജ് 10 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. വേൾഡ് ഹിസ്റ്ററി 10 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ, അഡ്മിനിസ്ട്രേഷൻ, പൊളിറ്റിക്കൽ സിസ്റ്റം, ഗവർണൻസ്, സോഷ്യൽ ജസ്റ്റിസ് എന്നുള്ള ടോപ്പിക്കിൽ 25 ക്വസ്റ്റ്യനോളം ചോദിച്ചിട്ടുണ്ട്. ജോഗ്രഫി 15 ക്വസ്റ്റ്യൻ. പേപ്പർ 1 മാത്സ് ഉണ്ട്, അത് 15 ക്വസ്റ്റ്യൻ ആണ് മാത്സ് ചോദിച്ചത്. പിന്നെ മിസ്ലേനിയസ് വിച്ച് ഇസ് അതേഴ്സ് 5 മാർക്ക്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാകുന്നുണ്ടല്ലോ. എന്ത്, എങ്ങനെ, എവിടുന്ന് പഠിക്കണമെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാനുള്ള ഒരു ഐഡിയ ആണ് ഇത്. ക്ലിയർ അല്ലേ? ഇനി പേപ്പർ 2 ഇതേപോലെ ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എക്കണമി ആൻഡ് പ്ലാനിംഗ് എന്നുള്ള വലിയ സെക്ഷൻ. ഓക്കെ, ഇന്ത്യൻ എക്കണമി, അഗ്രികൾച്ചർ, ലാൻഡ് റിഫോംസ്. നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ള കാര്യത്തിന് 26 ക്വസ്റ്റ്യനോളം പേപ്പർ 2 ചോദിച്ചിട്ടുണ്ട്. 26 ക്വസ്റ്റ്യനോളം. സയൻസ് ആൻഡ് ടെക്നോളജിയിൽ 18 ക്വസ്റ്റ്യനോളം ചോദിച്ചിട്ടുണ്ട്. നാച്ചർ ആൻഡ് ദ സ്കോപ്പ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, nature and the scope of ICT, etc. Technology in space, energy efficiency, environment, science and technology 18 ക്വസ്റ്റ്യൻ. എൻവയോൺമെന്റിൽ 7 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ അല്ലെ. ഇംഗ്ലീഷ് 20 ക്വസ്റ്റ്യൻ ആണ്, മലയാളം 30 ക്വസ്റ്റ്യൻ ആണ് അല്ലെ. 50 മാർക്സ് മലയാളം, ഇംഗ്ലീഷിന് 50 മാർക്സ് അല്ല. പേപ്പർ 2 മലയാളം ഇംഗ്ലീഷ് ചോദിച്ചത്. പേപ്പർ 1 മാത്സ് ഉള്ളത്, വിച്ച് ഈസ് 15 മാർക്സ്. സോ 15 + 15 65 മാർക്ക് ഇംഗ്ലീഷ്, മലയാളം, മാത്സ് ആണ്. എല്ലാ എക്സാമിനും ഉള്ളതുപോലെ തന്നെ മലയാളം, ഇംഗ്ലീഷ്, മാത്സിന് നല്ല രീതിയിൽ പ്രിപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രിലിംസ് ക്വാളിഫൈ ചെയ്യാൻ പറ്റും. LD ക്ലർക്ക് ആണെങ്കിലും +2 ആണെങ്കിലും ഡിഗ്രി ലെവൽ ആണെങ്കിലും മലയാളം, ഇംഗ്ലീഷ്, മാത്സിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പ്രിലിംസ് നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യാം. ഈ 50 ഈ 65 മാർക്കില് ഒരു 45 സ്കോർ ചെയ്യാൻ പറ്റിയാല് പ്രിലിംസ് കിടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അല്ലെ. സോ ഇംഗ്ലീഷ്, മലയാളം, മാത്സിന് എപ്പോഴും അതിൻ്റെതായിട്ടുള്ള വെയിറ്റേജ് നിങ്ങൾ കൊടുക്കണം, കൊടുത്ത് പഠിക്കണം. അത് ഞാൻ കൂടുതൽ പറയുന്നില്ല, എപ്പോഴും ഞാൻ പറയാറുണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ ഡിഗ്രി പ്രിലിംസിന്റെ കേസിലാണെങ്കിലും ഈ 50 മാർക്സിൽ നിങ്ങൾക്ക് ഒരു 35 മാർക്ക് വാങ്ങിക്കാൻ പറ്റിയാൽ നിങ്ങൾ പ്രിലിംസ് ക്വാളിഫൈഡ് ആയി അല്ലെ. അപ്പോ നമുക്ക് നല്ല രീതിയിൽ ഇംഗ്ലീഷ്, മലയാളം, മാത്സിൽ നല്ലപോലെ സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രിലിംസിന് സാധ്യത കൂടുതലാണ്. 2019 കട്ട് ഓഫ് വന്നിട്ടുണ്ടായിരുന്നു 77 ആണ്. ഓക്കെ, ജസ്റ്റ് നിങ്ങളൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറയാണ്. അടുത്ത തവണ 77 ഒന്നും ആയിരിക്കില്ല. ബിക്കോസ് നമ്മൾ തന്നെ ഒരുപാട് ടഫ് ക്വസ്റ്റ്യൻസ് കണ്ടു കഴിഞ്ഞു അല്ലെ. ഡിഗ്രി പ്രിലിംസ് 21, 22, 23, 24 അതിന്റെ ഇടയിൽ നടന്ന എല്ലാ മെയിൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പറും PSC എത്രത്തോളം കടുപ്പാക്കാൻ പറ്റുമോ എത്രത്തോളം കടുപ്പം ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ കണ്ടു കഴിഞ്ഞു. നമ്മളും ഇവോൾവ് ചെയ്ത് കഴിഞ്ഞു അല്ലെ. 2019 ഉള്ള PSC സ്റ്റുഡൻസ് അല്ല, 2025 PSC സ്റ്റുഡൻസ് നിങ്ങൾ തന്നെ നോക്കിയാൽ മതി അല്ലെ. നമ്മൾ ഒരുപാട് മാറി, അതും ക്ലിയർ ആയി. മാർക്ക് ഡിസ്ട്രിബ്യൂഷന്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ബുക്ക് ലിസ്റ്റ് ആണ്. എങ്ങനെ, ഏത് ബുക്ക് വെച്ച് പഠിക്കണം? ഇൻഡിവിജ്വൽ പേപ്പർ കട്ട് ഓഫ് അല്ല, ടോട്ടൽ കട്ട് ഓഫ് 200 77. പേപ്പർ 1 പേപ്പർ 2 കൂടി ടെസ്റ്റ് ചെയ്താണ്. ഇനി ബുക്ക് ലിസ്റ്റ്. പേപ്പർ 1 ബുക്ക് ലിസ്റ്റുകൾ നോക്കാം. ഓക്കെ, പൊളിറ്റിക്ക് ലക്ഷ്മികാന്ത്. ഓക്കെ, ലക്ഷ്മികാന്ത് ആണ് സെലക്റ്റീവ് ആയിട്ട് പഠിക്കുക. ലക്ഷ്മികാന്തിന്റെ എല്ലാ ചാപ്റ്റേഴ്സും ഇമ്പോർട്ടന്റ് അല്ല. ഈവൻ UPSCക്ക് പോലും എല്ലാ ചാപ്റ്റേഴ്സും ഇമ്പോർട്ടൻസ് അല്ല. സോ സെലക്റ്റീവ് ആയിട്ട് എടുത്ത് പഠിക്കണം. മോഡേൺ ഹിസ്റ്ററിയിൽ സ്പെക്ട്രം അല്ല, ഞാനിപ്പോ കാണിച്ചത് സ്പെക്ട്രം. ആൻഷ്യന്റ് ഹിസ്റ്ററിയിൽ RS ശർമ്മ ഓർ തമിഴ്നാട് SCRT സെലക്റ്റീവ് ആയിട്ട് പഠിക്കണം.
ഇപ്പൊ നിങ്ങൾക്കൊക്കെ തോന്നുന്നുണ്ടാവും ഈ ഓരോ സബ്ജക്റ്റിന് ഓരോ PDF ഒക്കെ അല്ലെങ്കിൽ ഓരോ ബുക്കൊക്കെ വെച്ച് പഠിക്കുക എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് പ്രശ്നമാണോ? നിങ്ങൾ പഠിക്കണ്ടവർ പഠിച്ചോളൂ. KS പോലൊരു എക്സാമിന് എല്ലാ സബ്ജക്റ്റിനും ഒരു ബുക്ക് നിങ്ങളുടെ കയ്യിലുണ്ടാവണം. ഓക്കെ, ഞാൻ സീരിയസ് ആയിട്ട് പറയാം. ഇപ്പോഴും ഒരുപാട് പേര് അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. PSC ഉദ്യോഗാർത്ഥികൾ ഇപ്പോഴും ഉണ്ട്. ഡിഗ്രി ലെവലിന് പ്രിപ്പയർ ചെയ്യുന്നവർ പ്രത്യേകിച്ച് നിങ്ങൾ ഓരോ സബ്ജക്റ്റിന് ഓരോ ബുക്ക് UPSC മാതൃകയിലേക്ക് തന്നെ മാറേണ്ട സമയമായി. എസ്പെഷ്യലി ഇതുവരെ മാറിയിട്ടില്ലെങ്കിൽ KSന് പ്രിപ്പയർ ചെയ്യുമ്പോഴെങ്കിലും നിങ്ങൾ മാറണം. ഈ പറഞ്ഞ പോലെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഗൈഡൻസ് വെച്ച് മാത്രമേ നിങ്ങൾ പഠിക്കാൻ പാടുള്ളൂ. നിങ്ങൾക്ക് അറിയില്ല എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്നുള്ളത്. അത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ ഒരു കുറച്ചെങ്കിലും നമുക്ക് മനസ്സിലാവും. നമുക്ക് നോക്കാം. കേരള ഹിസ്റ്ററിക്ക് ശ്രീധര മേനോൻ, വേൾഡ് ഹിസ്റ്ററിക്ക് 9th and 10th NCERT, കൾച്ചറൽ ഹെറിറ്റേജിന് ഓൺലൈൻ സൈറ്റുകളുണ്ട്, അതേപോലെ തന്നെ വീഡിയോ കാണുക. ജിയോഗ്രഫിക്ക് NCERT 11th and 12th. ദിസ് ഈസ് ഇനഫ്. പേപ്പർ 1ന്റെ ബുക്ക് ലിസ്റ്റുകളാണ്. പിന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പ്രിൻസിപ്പിൾ ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ആഡ് ഓൺ ടോപ്പിക്കുകൾ ഉണ്ടാവും. അതൊക്കെ ഇഗ്നോയുടെ മെറ്റീരിയലും അല്ലെങ്കിൽ നമുക്ക് ഓൺലൈനിൽ റിസോഴ്സസ് അവൈലബിൾ ആണ് അല്ലെ. അപ്പൊ അതൊക്കെ വെച്ച് ആഡ് ഓൺ ചെയ്ത് പോകുക. പേപ്പർ 2നും അതേപോലെ എക്കണോമിക്സ് ആണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ ഐ ഓൾവേസ് റെക്കമെൻഡ് ശങ്കർ ഗണേഷ് അല്ലെ. ശങ്കർ ഗണേഷിനൊക്കെ നിങ്ങൾ നിങ്ങൾ ഈ രമേശ് സിംഗിനൊക്കെ ഒന്നും പോവാൻ നിൽക്കരുത്. രമേശ് സിംഗ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. അത് UPSCയുടെ എക്കണോമിക്സ് ഓപ്ഷനിലൊക്കെ ഉള്ളവർക്കുള്ള ബുക്കാണ്. അത്രയും ഡെപ്ത് ആയിരുന്നു നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. ശങ്കർ ഗണേഷ് ഈസ് ഇന്നഫ്. ഓക്കെ, അല്ലെങ്കിൽ ശ്രീറാം IAS. പിന്നെ കേരള ബഡ്ജറ്റിന്റെ കുറച്ച് സെലക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാനാണ്. കേരള എക്കണോമി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ which is PDF is available in online. എൻവയോൺമെന്റ് ശങ്കേഴ്സ് IAS സെലക്റ്റീവ് ആയിട്ട് പഠിച്ചാൽ മതി. ഓക്കെ, നമ്മൾ സിലബസിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. ബിക്കോസ് ബേസിക്കലി ദിസ് ബുക്സ് ആർ ഫോർ സിവിൽ സർവീസസ് എക്സാമിനേഷൻ. സിവിൽ സർവീസസ് എക്സാമിനേഷന്റെ അത്രയും ഡെപ്ത് ആയിട്ട് നമുക്ക് KSന് പഠിക്കേണ്ട ആവശ്യമില്ല. സിലബസിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇതിൽ തന്നിരിക്കുന്ന ടോപ്പിക് ഡെപ്ത് ആയിട്ട് പഠിക്കണം, പക്ഷെ ഇത്രത്തോളം സിലബസ് നമുക്ക് തന്നിട്ടില്ല UPSCയുടെ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. സയൻസ് ആൻഡ് ടെക്നോളജി NCERT 11th and 12th പ്ലസ് കറണ്ട് അഫയേഴ്സ് അല്ല, ഇവോൾവിംഗ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ. ഇംഗ്ലീഷ്, മലയാളം, മാത്സ് നിങ്ങൾ ഇപ്പോൾ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഓൾറെഡി യൂസ് ചെയ്യുന്ന സോഴ്സ് ഫോളോ ചെയ്യുക അല്ലെ. ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഇംഗ്ലീഷ് ഫസ്റ്റ് ബെല്ലോ ഇംഗ്ലീഷ് മലയാളമോ അല്ലെ, PSC എന്തായിരുന്നു ഫസ്റ്റ് ബെൽ മലയാളമോ അതൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഓൾറെഡി ആ റിസോഴ്സസ് യൂസ് ചെയ്തിട്ട് കുറച്ചും കൂടി ആഡ് ഓൺ ചെയ്ത് ഇങ്ങനെ പോവാം. കറണ്ട് അഫയേഴ്സ് ഏതെങ്കിലും ഒരു IAS ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മന്ത്ലി മാഗസിൻ ഫോളോ ചെയ്യുക. വിഷൻ IASന്റെയോ അല്ലെങ്കിൽ ലെറ്റ് ഇറ്റ് ബി എനിത്തിങ്. ഒരു ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറും ചുമ്മാ വായിക്കുക. ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറിന് നോട്ട് ഉണ്ടാക്കാൻ പാടില്ല, അത് പൊട്ടത്തരമാണ്. നോട്ട് ഉണ്ടാക്കിയിട്ട് ടൈം വേസ്റ്റ് ചെയ്യാൻ പാടില്ല. ടൈം വേസ്റ്റ് ചെയ്യുന്ന ഒരു പരിപാടിക്ക് നിൽക്കാൻ പാടില്ല. ഓക്കെ, കറണ്ട് അഫയേഴ്സിന് ഇത് ചെയ്താൽ മതി. ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ എന്തിനാ വായിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വെക്കാബുലറി അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇംഗ്ലീഷ് കുറച്ചുകൂടി ഒന്ന് റെഡി ആവാനും കുറച്ചും കൂടി സംസാരിക്കാനും ഒക്കെ ഇതിനു വേണ്ടിയിട്ടാണ് അല്ലെ, അതിനു വേണ്ടിയിട്ടാണ്. ഓക്കെ, നോട്ട് ഉണ്ടാക്കരുത് ന്യൂസ് പേപ്പറിൽ നിന്ന്. ആ നോട്ടാണ് നമുക്ക് ന്യൂസ് പേപ്പറിലെ നോട്ടുകളാണ് നമുക്ക് മന്ത്ലി മാഗസീനിൽ കിട്ടുന്നത്. ഓക്കെ, സോ കറണ്ട് അഫയേഴ്സിന്റെ കാര്യം ഓക്കെ. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഐലൻഡിയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും IAS ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മന്ത്ലി മാഗസീൻ കറണ്ട് ഇതായിട്ട് യൂസ് ചെയ്യാം. അതും സെലക്റ്റീവ് ആയിട്ട് തന്നെ ഈ പറഞ്ഞ പോലെ കുറെ കാര്യങ്ങൾ നമുക്ക് ആവശ്യമില്ല അല്ലെ. സോ അതും ക്ലിയർ ആണ്. ബുക്ക് ലിസ്റ്റിന്റെ കാര്യവും ക്ലിയർ ആണ്. റൈറ്റ്. വെൻ ടു സ്റ്റാർട്ട് ആൻസർ റൈറ്റിംഗ് പറഞ്ഞു. ഇംഗ്ലീഷ് ഓർ മലയാളം അതും പറഞ്ഞു അല്ലെ. ഇംഗ്ലീഷ് ആണ് നമ്മൾ കൂടുതൽ നല്ലത്. PYQs ആൻഡ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ പറയാം അല്ലെ. ബിഫോർ നിങ്ങളിപ്പോ പൊളിറ്റി പഠിക്കാൻ പോവാണ്, പൊളിറ്റി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സോ പൊളിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് അതിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കിയിരിക്കണം. ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രിലിംസും മെയിൻസിന്റെയും ക്വസ്റ്റ്യൻസ് ഒരുമിച്ച് മെർജ് ചെയ്ത് വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നോക്കൂ, പ്രിലിംസിന് ഏത് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത് അല്ലെ. പ്രിലിംസിന് യു ക്യാൻ സീ ഹിയർ പ്രൈവറ്റ് ബിൽ അല്ലെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് പ്രൈവറ്റ് ബിൽ ഇൻ ദി ഇന്ത്യൻ പാർലമെന്റ് ഈസ് നോട്ട് കറക്റ്റ്. കറക്റ്റ് റിഗാർഡിംഗ് ഫെഡറലിസം അല്ലെ. ഫെഡറലിസത്തിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. മാച്ച് ദ ഫോളോയിങ് ഷെഡ്യൂൾസ് അല്ലെ. അപ്പൊ ഏതൊക്കെ പോർഷൻസിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതെന്ന് നിങ്ങൾക്ക് വ്യക്തം. ഇതൊക്കെ നമുക്ക് 2019 ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു.
അല്ലെ? പക്ഷെ 2025 എത്തിയപ്പോഴേക്ക് ഇതൊക്കെ നമുക്ക് PSC ഉദ്യോഗാർത്ഥികൾക്ക് പോലും ദിസ് ഓൾ ആർ നോർമൽ ക്വസ്റ്റ്യൻസ് അല്ലെ? നിങ്ങൾ യോജിക്കുന്നില്ല ഞാൻ പറയുന്നതിൽ? 6th ഷെഡ്യൂൾ ഏതായിരുന്നു? ഷെഡ്യൂൾസിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്, റൈറ്റ് ടു പ്രോപ്പർട്ടിയെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ യു ക്യാൻ സി ആൻസേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. മണി ബില്ലിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്, വൈസ് പ്രസിഡന്റിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇപ്പോഴും ചോദിക്കുന്നത് തന്നെയാണ് അല്ലെ? 86th അമെന്റ്മെന്റ് ആക്ട് PSCയുടെ ഫേവറേറ്റ് ടോപ്പിക് ആണ്. പഞ്ചായത്തി രാജ് കമ്മിറ്റീസിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്, ഇത് ഇപ്പോഴും ചോദിക്കുന്നതാണ്. LSCIക്കും ചോദിച്ചിട്ടുണ്ട്. റിക്റ്റുകള് ലോക്സഭ രാജ്യസഭ റിലേറ്റഡ് ആയി ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇതിങ്ങനെ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും അല്ലെ? എവിടെ നിന്നൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് എന്നുള്ളത്. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ അല്ലെ? ഞാൻ എല്ലാ ക്വസ്റ്റ്യൻസും റീഡ് ചെയ്യുന്നില്ല. കോൺസ്റ്റിറ്റ്യൂഷൻ ഓക്കെ, ബോറോഡ് ഏത് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് നമ്മൾ ബോറോ ചെയ്തത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എല്ലാം ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല. ഓക്കെ, ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ആർട്ടിക്കിൾ 300. സോ ദിസ് ഈസ് ഈ ക്വസ്റ്റ്യൻസ് ആണ് പ്രിലിംസ് കഴിഞ്ഞ തവണ ചോദിച്ചത്. ഇനി മെയിൻസിലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കൂ. ഇത് രണ്ടും നിങ്ങൾ പഠിക്കുന്നതിന്, ഒരു സബ്ജക്ട് പഠിക്കുന്നതിന് മുമ്പ് ഇതൊന്ന് അനലൈസ് ചെയ്യണം. ഓക്കെ, ഇത് നിങ്ങളോട് ഉത്തരം എഴുതാനും അല്ലെങ്കിൽ ഉത്തരം കണ്ടുപിടിക്കാനല്ല പറയുന്നത്. പഠിക്കുന്നതിന് മുമ്പ് ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്, ഫോർ എക്സാമ്പിൾ പോളിറ്റി, ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതെന്ന് മനസ്സിലാക്കണമെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഈസ് യുവർ ബെസ്റ്റ് ഫ്രണ്ട്. ഓക്കെ, ബെസ്റ്റ് ഫ്രണ്ട് ആണ് നിങ്ങളുടെ അല്ലെ? മെയിൻസിന്റെ ഒക്കെ ഏകദേശം ഈ ഒരു പാറ്റേൺ തന്നെ റിപ്പീറ്റ് ചെയ്യാൻ തന്നെയാണ് സാധ്യത. വാട്ട് ആർ ദ ഗ്രൗണ്ട്സ് ഫോർ റീസണബിൾ റെസ്ട്രിക്ഷൻ ടു ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ അല്ലെ? സോ 3 മാർക്കും 5 മാർക്കുമാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നത്. യു ക്യാൻ സി ഹിയർ അല്ലെ? 3 മാർക്കിൻ്റെതും 5 മാർക്കിൻ്റെതുമാണ് നമുക്ക് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടായിട്ടുള്ളത്. ജുഡീഷ്യൽ റിവ്യൂ ചോദിച്ചിട്ടുണ്ട് അല്ലെ? പ്രസിഡൻഷ്യൽ ഫോം ഓഫ് ഗവൺമെന്റ്, പാർലമെന്റ്, പാർലമെന്ററി പ്രിവിലേജസിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. പൊസിഷൻ ഓഫ് ദ ഗവർണറെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. ലെജിസ്ലേറ്റീവ് റിലേഷൻ ബിറ്റ്വീൻ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ്, എനുമറേറ്റ് അറ്റ്ലീസ്റ്റ് 5 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അണ്ടർ ആർട്ടിക്കിൾ 51. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. വാട്ട് ആർ ദ ഏരിയാസ് ഓൺ വിച്ച് എഡ്യൂക്കേഷൻ ഓൺ ചൈൽഡ് ഷാൽ ബി ഡയറക്റ്റഡ് ആസ് പെർ ദി കൺവെൻഷൻ ഓൺ റൈറ്റ് ഓഫ് ചൈൽഡ്. സെക്രട്ടറി ടെസ്റ്റിനാണ് ന്യൂ പ്രിപ്പയറിംഗ്. ദെൻ KS എങ്ങനെ? ഗോപിക പറഞ്ഞ മനസ്സിലായില്ല, എന്താണ് ഗോപിക എന്താണ് ഉദ്ദേശിച്ചത്? അപ്പോ ഒരു ടോപ്പിക്ക് പഠിക്കാൻ പോകുന്നതിന് മുമ്പ് അതിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഷാൽ ബി എ ബെസ്റ്റ് ഫ്രണ്ട്. ഇതേ രീതിയിൽ എക്കണോമിക്സിന്റെതും ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, യു ക്യാൻ സി ഹിയർ. എക്കണോമിക്സിന് പ്രിലിംസിന് എങ്ങനെ ചോദിക്കുന്നു, മെയിൻസിന് എങ്ങനെ ചോദിക്കുന്നു. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഒരു ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ കൊണ്ടുവരണം. ഓക്കെ, നോക്കൂ. റൈറ്റ്, യു ക്യാൻ സി 5 ഇയർ പ്ലാനിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്, ഫിനാൻസ് കമ്മീഷനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്, ഇൻഡസ്ട്രിയൽ പോളിസീസിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്, പ്രധാനമന്ത്രി സ്കീമുകളെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് അല്ലെ? ലാൻഡ് റിഫോംസിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ യു ക്യാൻ സി ഹിയർ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻസ് ഞാൻ ഗ്രൂപ്പിലേക്ക് ഇടാം കേട്ടോ. ഇതൊന്നും ഞാനിപ്പോ ഫുള്ളായിട്ട് ഡിസ്കസ് ചെയ്യുന്നില്ല. ഇത് ജസ്റ്റ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാണ്. ബിഫോർ നിങ്ങൾ ഒരു ടോപ്പിക് പഠിക്കാൻ വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഇരിക്കുകയാണെങ്കിൽ അതിന് മുമ്പത്തെ പ്രീവിയസ് ഇയർ മെയിൻസും പ്രിലിംസും ഒന്ന് നോക്കുക. അത് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ തരും എന്ത് ഇങ്ങനെ പഠിക്കണം എന്നുള്ളത് അല്ലെ? ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ വിഷ്യസ് സൈക്കിൾ ഓഫ് പോവർട്ടി ആൻഡ് വെർച്വസ് സൈക്കിൾ ഓഫ് ഗ്രോത്ത്. എക്കണോമിക്സ് അല്ലേ? What are India's main food security challenges as per the Global Food Security Index? What are the important policy suggestions for reorienting the growth of MSME? So, ഇതാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ഓക്കെ, റൈറ്റ്. ഓക്കെ, ഇതുവരെ പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? അല്ലേ? ഗോപിക സാർ ഇപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുവാണ്. ദെൻ KS കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുമോ? ഗോപിക ഇപ്പം ജോയിൻ ചെയ്തതാണല്ലേ? ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഗോപിക ഈ ചോദിച്ചിട്ടുള്ള ചോദ്യത്തിന്റെ ഉത്തരം നമ്മൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. വീഡിയോ റെക്കോർഡിങ്സ് ഇടുമ്പോ ഒന്നുകൂടി കാണുക. ഓക്കെ, എങ്ങനെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റും KS ഒരുമിച്ച് കൊണ്ടുപോകാം.
ഏതിനായിരിക്കണം നിങ്ങൾ ഫോക്കസ് കൂടുതൽ കൊടുക്കേണ്ടത്, അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് ചോദിച്ചേക്കെ, എന്റെ അടുത്ത് ചോദിക്കൂ. Five minutes for doubts. Okay, doubt clearance. Stream 1, Stream 2, Stream 3 ആർക്കൊക്കെയാണ് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഈസ് ദർ എനി മിനിമം കട്ട് ഓഫ് ഫോർ ഈച്ച് പേപ്പർ? ഇല്ല, മിനിമം കട്ട് ഓഫ് ഒന്നുമില്ല. ലാഫ് ഓൾസോ ഗോയിങ് ടു സ്റ്റാർട്ട് KS ബാച്ച്, KSന്റെ ബാച്ച്, അത് നമ്മൾ അറിയിക്കാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അറിയിക്കാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. Stream 1, Stream 2, Stream 3 അതൊരു ഡിഫറെന്റ് ടോപ്പിക് ആണ്. ഓക്കെ, അത് നമ്മൾ ഇപ്പം ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. റൈറ്റ്, ദിസ് ഈസ് ജസ്റ്റ് എൻ ഓറിയന്റേഷൻ സെഷൻ, എങ്ങനെ പ്രിപ്പയർ ചെയ്യാന്നുള്ളത്. Stream 1, Stream 2 എത്ര വർഷത്തിന്റെ എക്സ്പീരിയൻസ് ഒക്കെ അനുസരിച്ചിട്ടാണ് Stream 3യിലേക്കൊക്കെ മാറുന്നത്. ഓക്കെ, ഇൻഫാക്ട് Stream 1 ജനറൽ കാറ്റഗറിയാണ്. ബാക്കി നമുക്ക് പിന്നീട് ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടോ? നമുക്ക് ഇത് ആദ്യത്തെ ഒരു ഓറിയന്റേഷൻ സെഷൻ ആണ്. ഓക്കെ, ദിസ് ഈസ് എ ഫസ്റ്റ് ഓറിയന്റേഷൻ സെഷൻ. നമുക്കിനി ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ഓറിയന്റേഷൻ സെഷൻ വെക്കാം. ഓക്കെ, ഫസ്റ്റിൽ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റണമെന്നില്ലല്ലോ. സോ നമുക്ക് ഗ്രാജുവലി എല്ലാ കാര്യങ്ങളും നമുക്ക് പറയാം. ഓക്കെ, സോ ഐ തിങ്ക് നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇത് മതിയെന്ന് തോന്നുന്നു അല്ലെ? ഫസ്റ്റ് ഒരു ഓറിയന്റേഷൻ സെഷൻ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ലൈവായിട്ട് ആൻസർ റേറ്റ് ചെയ്യാം. ഓക്കെ, ലൈവായിട്ട് ആൻസർ റേറ്റ് ചെയ്യാം. എങ്ങനെയാണ് ആൻസർ എഴുതേണ്ടതെന്നുള്ളത് അല്ലെ? ഇതിനു മുമ്പ് നമുക്ക് അറിയില്ലായിരുന്നു എങ്ങനെയാണ് എക്സാം നടക്കുക എന്നുള്ളത്. ഇതിപ്പോ നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാം അല്ലെ? എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക, ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക, എത്ര മാർക്കായിരുന്നു. കഴിഞ്ഞ തവണ നമ്മളൊക്കെ ഈ മെയിൻസ് എഴുതാൻ പോയ സമയത്ത് നമുക്കൊന്നും അറിയില്ല അല്ല. PSC മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല. ഇപ്പൊ ഈ പ്രാവശ്യം എന്താണ്, നമുക്ക് ഓൾറെഡി ഒരു കഴിഞ്ഞ വർഷം ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇതുണ്ട് അല്ലെ? ഏകദേശം 26 ക്വസ്റ്റ്യൻ, 28 ക്വസ്റ്റ്യൻ അല്ലെ? 3 ക്വസ്റ്റ്യൻ ഇത്ര മാർക്ക്, 5 ക്വസ്റ്റ്യൻ ഇത്ര മാർക്ക്, നമുക്ക് അറിയാം. സോ ആ രീതിയിൽ നമുക്ക് ലൈവായിട്ട് ആൻസർ ചെയ്താം. ഇടയ്ക്ക് നമുക്ക് സെക്ഷൻ ഓറിയന്റേഷൻ സെഷൻ വെക്കാം. നിങ്ങളുടെ സജഷൻസും കാര്യങ്ങളൊക്കെ അറിയിക്കുക. യു ഗൈസ് നോ മൈ ID അല്ലെ? @UPSC KAS 2024-1 എന്നാണ് എന്റെ ID. മൈ നെയിം അജ്മൽ മിയാൻ. ഓക്കെ, സോ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്റെ അടുത്ത് മെസ്സേജ് അയച്ചാൽ മതി. സോ ഓൾ ദ ബെസ്റ്റ്, കീപ് ലേണിംഗ്. പ്ലാനിങ് മാത്രം പോരാ, ചെയ്ത് കാണിക്കുക. ഓക്കെ, ചെയ്ത് കാണിക്കുക, അതാണ് ഇവിടെ കാര്യം. നിങ്ങൾ ഇപ്പൊ ഇടുന്ന എഫേർട്ടിന്റെ 2x എഫേർട്ട് നിങ്ങൾ ഇട്ടേ പറ്റൂ ഫോർ KS അല്ലെ? ആ 10 വേക്കൻസി, ആ 10 സീറ്റിൽ ഒരാളാവണമെങ്കിൽ യു ഹാവ് ടു പുട്ട് മോർ എഫേർട്ട്, ഡബിൾ എഫേർട്ട് അല്ലെ? Our actions define us. Our actions define us, not our words alone അല്ലെ? നമ്മുടെ പറച്ചില് മാത്രമല്ല, നമ്മൾ പറഞ്ഞത് കൊണ്ടോ അല്ലെങ്കിൽ പ്ലാൻ ചെയ്തത് കൊണ്ടോ അല്ല. Our actions will define us. So you have to put your actions rather than words. So all the best. Okay, all the best. Keep learning. See you in other orientation class. Good night.